ആത്മലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഷ്ടാംഗ യോഗ മാർഗത്തെക്കുറിച്ചാണ്. ഇതൊരു യോഗിക് പ്രാക്ടീസാണ്. ഇതിലൂടെയാണ് പല യോഗികളും സെൽഫ് റിയലൈസേഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളതും അവിടെ എത്തിയതിന് ശേഷം തുടർച്ചയായി ധ്യാനം ചെയ്തുകൊണ്ടാണ് അവർ പലരും അഷ്ടമാസിദ്ധികളും പ്രാപ്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോയിലൂടെ ഇന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് അഷ്ടാംഗ യോഗ മാർഗത്തിലൂടെ നമുക്കും സെൽഫ് റിയലൈസേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക എന്നുള്ളത്. അഷ്ടാംഗ യോഗ മാർഗം എന്നുള്ളത് 8 നിയമങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇതിലെ ആദ്യത്തെ യമനിയമം എന്താണെന്ന് നോക്കാം. നമ്മുടെ ജീവിതശൈലിക്ക് ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരലാണ് യമനിയമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ഒരു പ്യൂരിറ്റി കൊണ്ടുവരിക, അഹിംസ കൊണ്ടുവരിക എന്നുള്ളതാണ്. ശരീരത്തിനും മനസ്സിനും ശുദ്ധി വരുത്തുക, നമ്മൾ ഉണരുമ്പോൾ തൊട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരിക എന്നുള്ളത്. ഇനി നിയമം എന്നുള്ള ആ ഒരു രണ്ടാമത്തെ നിയമത്തിലേക്ക് കടക്കാം. ഇതിൽ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ്. മനസ്സിനെ എപ്പോഴും ധ്യാനം ചെയ്യാനുള്ള ആ ഒരു ശക്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സന്തോഷം നിലനിർത്തുക, മനഃശക്തി കൂട്ടുക എന്നുള്ളതാണ് ഈ ഒരു നിയമം എന്നുള്ള ഒരു രണ്ടാമത്തെ നിയമത്തിലൂടെ അർത്ഥമാക്കുന്നത്. ഇങ്ങനെ ഈ മനഃശക്തി നമ്മൾ നിലനിർത്താം, മനസ്സിൻ്റെ ശാന്തിയും സമാധാനവും നിലനിർത്താം എന്ന് വെച്ചാൽ നമ്മളുടെ ശ്രദ്ധയെ, അവയർനെസ്സിനെ നമ്മളുടെ മനസ്സിലെ ചിന്തകളിലേക്ക് കൊണ്ടുവന്ന് ഓരോ ചിന്തയെയും സാക്ഷിഭാവത്തിൽ ശ്രദ്ധിക്കുകയും ഓരോ വികാരങ്ങളെയും സാക്ഷിഭാവത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്താൽ നമ്മളുടെ മനസ്സിലെ അനാവശ്യ ചിന്തകൾ കുറഞ്ഞ്, നെഗറ്റീവ് വികാരങ്ങളെല്ലാം കുറഞ്ഞ് നമുക്ക് പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മളുടെ മൈൻഡ് കാം ഒരു അവസ്ഥയിൽ എത്തിച്ചേരും. അതിന് നമ്മൾ ഉണരുമ്പോൾ തൊട്ട് നമ്മളുടെ ഓരോ ചിന്തകളെയും ശ്രദ്ധിക്കണം. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളുടെ മൈൻഡ് ഒരു ഡ്രീം സ്റ്റേറ്റിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാവും, ഒരു ഡ്രീം സ്റ്റേറ്റിലാണ്. ഉണരുമ്പോൾ തൊട്ട് ഓരോ ചിന്തയും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ തൊട്ട് നമ്മളുടെ ശ്രദ്ധ കൊണ്ട്, അവയർനെസ് കൊണ്ട് ഓരോ ചിന്തയും നിരീക്ഷിക്കണം. സാക്ഷിഭാവത്തിൽ നിരീക്ഷിച്ചാൽ മാത്രം മതി. ചിന്തകളോടോ വികാരങ്ങളോടോ പ്രതികരിക്കാനൊന്നും പോകണ്ട. ഒരു ചിന്ത വന്ന് അടുത്ത എന്താണ് ചിന്ത എന്ന് വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? ഓരോ ചിന്തയും കടന്നു പോകുമ്പോൾ അടുത്ത നെക്സ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ ചിന്തകൾക്കിടയിലും ഒരു ഗ്യാപ്പ് വരും. അങ്ങനെ വന്ന് നമ്മളുടെ ചിന്തകളിൽ നെഗറ്റീവ് കുറഞ്ഞ് നമുക്ക് ആവശ്യമുള്ള യൂസ്ഫുള്ളായിട്ടുള്ള തോട്ട്സുകളും ചിന്തകളും വരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ മൈൻഡ് ആ ഒരു ചിന്തകൾക്കിടയിലുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ മൈൻഡ് പ്രസൻറ്റിലെത്തുന്നതാണ്. അങ്ങനെ നമുക്ക് മനസ്സിനെ ഒരു ശാന്തമായ അവസ്ഥയിൽ ധ്യാനത്തിന് വേണ്ടി തയ്യാറ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് ആസനം. ശരീരത്തിനും മനസ്സിനും ആരോഗ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ചെറിയ എക്സസൈസുകളും യോഗ ഏതെങ്കിലും പരിശീലിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാവുന്നതാണ്. ഇനി അടുത്തതാണ് നാലാമത്തെ നിയമം, പ്രാണായാമം. പ്രാണായാമം പല രീതിയിലുണ്ട്, എന്നാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്ക് ഇന്ന് നമുക്ക് ഇതിലൂടെ നോക്കാം. പൂരകം, കുംഭകം, രേസകം എന്ന് പറയും. പൂരകം എന്ന് വെച്ചാൽ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നു, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. കുംഭകം ഹോൾഡ് ചെയ്യുന്നു, രേസകം എക്സെയിൽ ചെയ്യുന്നു, അപ്പോൾ പുറത്തേക്ക് വിടുന്നു. സാവകാശം പുറത്തേക്ക് വിട്ട് റിലാക്സ് ചെയ്യുന്നു, രേസകം. നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം നമുക്ക് കുംഭകം എന്ന മാർഗത്തിലൂടെ എത്ര നേരം വേണമെങ്കിലും ഹോൾഡ് ചെയ്ത് പിടിക്കാം. അങ്ങനെ നമ്മളെക്കൊണ്ട് മാക്സിമം പറ്റുന്ന അത്രയും രീതിയിൽ നമ്മളുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മളെക്കൊണ്ട് പറ്റുന്ന അത്രയും നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം സാവകാശം ശ്വാസം പുറത്തേക്ക് വിട്ട് റിലാക്സ് ചെയ്യുന്നതിനെയാണ് രേസകം എന്ന് പറയുന്നത്. നിരവധി പ്രാണായാമങ്ങളുണ്ട്. ഇതിലേറ്റവും സിമ്പിളായിട്ടുള്ളതാണ്. ഇത് ചെയ്താൽ നമുക്ക് ഈ പ്രാണായാമ നിയമത്തിൽ എത്തിച്ചേരാൻ പറ്റും. ഇനി പ്രത്യാഹാരം എന്നുള്ളതാണ്. പ്രത്യാഹാരം എന്നുള്ളത് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ
ഇന്ദ്രിയങ്ങളെ നമ്മളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് നമ്മളുടെ അവയർനെസ്സിനെ പുറത്തേക്ക്, മനസ്സിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരികയും, അതായത് ഭൗതിക ലോകത്തിലേക്ക് നമ്മളുടെ അവയർനെസ്സിനെ, ശ്രദ്ധയെ കൂടുതൽ കൊണ്ടുവരികയും, നമ്മൾക്ക് ആവശ്യം ഉള്ളപ്പോൾ നമ്മൾക്ക് ആന്തരികമായി ഈ ശ്രദ്ധയെ മനസ്സിൻ്റെ ചിന്തകളിലേക്കും വികാരങ്ങളിലേക്കും കൊണ്ടുവരാനുള്ള പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഭൗതികത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ചിന്ത എക്സ്പാൻഡ് ആവും. നമ്മൾ ഇന്നറായിട്ട് പിൻവലിക്കുമ്പോൾ നമ്മുടെ ചിന്ത ചുരുങ്ങും. അങ്ങനെ നമ്മുടെ മനസ്സിന് കൂടുതൽ ശക്തി നേടാൻ പറ്റും. അപ്പോൾ പ്രത്യാഹാരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുക. ഇന്ദ്രിയങ്ങളെ ആവശ്യമുള്ളപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാനും ഇന്ദ്രിയങ്ങളെ ആവശ്യമില്ലാത്തപ്പോൾ ചുരുക്കാനും, ആ ഒരു രീതിയെയാണ് പ്രത്യാഹാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഉള്ളതാണ് 6, 7, 8 നിയമങ്ങൾ. അത് 3ഉം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ധാരണ, ധ്യാനം, സമാധി. ധാരണ എന്ന് വെച്ചാൽ ഫോക്കസ് ചെയ്യുന്നതിനെയാണ് ധാരണ എന്ന് പറയുന്നത്. 12 സെക്കൻഡ് നമുക്ക് ഒരു കാര്യത്തിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഒരു പൂവിലോ ഒരു വസ്തുവിലോ അല്ലെങ്കിൽ ഒരു ചിന്തയിലോ അല്ലെങ്കിൽ ഒരു ഭക്തിയിലോ അല്ലെങ്കിൽ ഒരു ഗാനത്തിലോ ഒരു ശബ്ദത്തിലോ നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിച്ചാൽ, പൂർണ്ണമായും ചിന്തയും സങ്കല്പവും എല്ലാം 12 സെക്കൻഡ് ആ ഒരു കാര്യത്തിലേക്ക്, ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഫുൾ ഫോക്കസ് ചെയ്യാൻ സാധിച്ചാൽ അതാണ് ഒരു ധാരണ. പക്ഷേ ഇത് പറയുമ്പോൾ നിസ്സാരമായിരിക്കാം. പക്ഷേ 12 സെക്കൻഡ് നമുക്ക് ഒരേ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമ്മൾ നല്ലൊരു പ്രാക്ടീസ് തന്നെ ചെയ്യേണ്ടി വരും. അത്രയും നമുക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് 12 സെക്കൻഡ് നമുക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 12 സെക്കൻഡ് നമ്മൾ ഒരു ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഒരു ധാരണ ഉണ്ടാവുന്നത്. 12 ധാരണ നമ്മൾ ചെയ്യുമ്പോഴാണ് ധ്യാനം സംഭവിക്കുന്നത്. അതായത് 2.25 സെക്കൻഡ്, 2 മിനിറ്റ് 40 സെക്കൻഡ് നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ധ്യാനം സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ 12 ധാരണകൾ ഉണ്ടാവാം. 12 സെക്കൻഡാണ് ഒരു ഫോക്കസ്, ഒരു ധാരണ. അങ്ങനെ 12 ധാരണകൾ ചെയ്യുമ്പോഴാണ് ഒരു ധ്യാനം സംഭവിക്കുന്നത്. അപ്പോൾ ധ്യാനം സംഭവിച്ചു കഴിഞ്ഞാൽ 12 ധ്യാനം നമ്മൾ ചെയ്യുമ്പോൾ ഒരു സമാധിയിലേക്ക് നമ്മളെത്തും. 12 ധ്യാനം എന്ന് പറയുമ്പോൾ 2 മിനിറ്റ് 45 സെക്കൻഡ് എന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ 3 മിനിറ്റ് എന്ന് വെച്ചോളൂ. അപ്പോൾ സമാധി അവസ്ഥയിലേക്ക് എത്താൻ 40 മിനിറ്റെങ്കിലും നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ഇരിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് സമാധി അവസ്ഥയിലെത്തുള്ളൂ. 40 മിനിറ്റിനുള്ളിൽ നമ്മളുടെ ഫോക്കസ് ചിതറിപ്പോയാൽ നമ്മൾ സമാധി അവസ്ഥയിലേക്ക് എത്തില്ല. 40 മിനിറ്റ് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ഇരുന്നാൽ മാത്രമാണ് സമാധി അവസ്ഥയിലേക്ക് നമ്മൾ എത്തുള്ളൂ, നമ്മുടെ മൈൻഡ്. അല്ലെങ്കിൽ നമുക്ക് ധ്യാനം മാത്രമേ സംഭവിക്കുകയുള്ളൂ. ധ്യാനം നമുക്ക് 12 ധാരണ ചെയ്തു കഴിഞ്ഞാൽ ധ്യാനം സംഭവിക്കും. അതായത് 2.25 അല്ലെങ്കിൽ 3 മിനിറ്റ് നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിന് ഒരു ധ്യാനം സംഭവിക്കും. അതേ ഫോക്കസിങ് 40 മിനിറ്റ് നമുക്ക് ഒരേ കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റിയാൽ, കണ്ണടച്ച് ധ്യാനത്തിൽ ഇരിക്കാൻ പറ്റിയാൽ, ഒരു സ്ഥലത്തേക്കും ചിന്തകൾ ചിതറിപ്പോവാതെ, സങ്കല്പം ചിതറിപ്പോവാതെ ഇരിക്കാൻ സാധിച്ചാൽ മാത്രമാണ് സമാധി സംഭവിക്കുന്നത്. അങ്ങനെ സമാധി സംഭവിച്ചാൽ ആ നിമിഷം നമുക്ക് സെൽഫ് റിയലൈസേഷനും സംഭവിക്കും. സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സെൽഫിനെ തന്നെ കാണുകയോ നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവുകയോ ചെയ്യും. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് യൂണിവേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് സാധ്യമാകും. യൂണിവേഴ്സ്, നമ്മുടെ ആ ഒരു ആഴത്തിലുള്ള മൈൻഡ്, സൂപ്പർ കോൺഷ്യസ് മൈൻഡ് നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാൻ പറ്റും. സദാ നമ്മുടെ ആ ഒരു മനസ്സ്, സൂപ്പർ കോൺഷ്യസ് മൈൻഡ് നമ്മളോട് ഓരോ കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഇന്നത് ചെയ്യേ, ഇന്നത് ചെയ്യാണ്ടിരിക്കുക എന്നുള്ള കാര്യങ്ങൾ. പക്ഷെ നമുക്കിത് കേൾക്കാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോക്കസ് കുറവായതുകൊണ്ടാണ് നമുക്കിത് കേൾക്കാൻ പറ്റാത്തത്. പക്ഷേ നമ്മൾ ഒരു സമാധിയിലേക്കെങ്കിലും എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് തുടർച്ചയായി നമുക്കത് കണക്ഷൻ കിട്ടും, സെൽഫ് റിയലൈസേഷൻ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചാൽ 40 മിനിറ്റ് നമുക്ക് ധ്യാനം തുടർന്നാൽ
സെൽഫ് റിയലൈസേഷൻ സംഭവിച്ച് നമ്മളുടെ സെൽഫ് തന്നെ നമ്മളുടെ ഗുരുവായി മാറുന്നതാണ്. ഇത്രയും വരെ സമാധി അവസ്ഥ വരെ എത്തിക്കാനാണ് പുറത്തു നിന്നുള്ള ഒരു ഗുരുവിൻ്റെ ആവശ്യമുള്ളൂ. സെൽഫ് റിയലൈസേഷൻ നമ്മൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഗുരു നമ്മുടെ സെൽഫ് തന്നെയാണ്. അപ്പോൾ നമ്മളെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതും ഏത് സ്പിരിച്വൽ ഒരു എവല്യൂഷൻ സംഭവിക്കുന്നതും എല്ലാം നമ്മളുടെ സെൽഫിൻ്റെ സഹായത്തോടെ മാത്രമായിരിക്കും. അങ്ങനെ സംഭവിക്കണമെങ്കിൽ നമ്മൾ നമ്മളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമാണ് സെൽഫ് നമ്മളെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുള്ളൂ. സെൽഫ് റിയലൈസേഷൻ സംഭവിച്ചാലും നമ്മളുടെ ക്വാളിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് സെൽഫ് നമ്മളെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുള്ളൂ. ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾക്ക് സ്നേഹം ഉണ്ടാകുക, സഹാനുഭൂതി ഉണ്ടാകുക, സത്യസന്ധരായിരിക്കുക, അഹിംസ നമ്മൾ പ്രവൃത്തിയിലും വാക്കിലും എല്ലാം പ്രവർത്തിക്കുക, അതൊക്കെ നമ്മളുടെ സെൽഫിന് ബോധ്യപ്പെടുകയാണെങ്കിൽ സെൽഫ് നമ്മളെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ അഷ്ടാംഗ യോഗ മാർഗത്തിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ബോഡിയിലെ ഒരു ഡൈനാമിക് എനർജി ഫ്ലോ ഉണ്ടാക്കി സെൽഫ് റിയലൈസേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അതിന് ഏറ്റവും നമ്മൾ ഈസി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അഷ്ടാംഗ യോഗ മാർഗം. അത് പല യോഗികളും യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഈ യോഗികൾ സെൽഫ് റിയലൈസേഷന് ശേഷം അവരുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വീണ്ടും തുടർച്ചയായി ധ്യാനത്തിൽ ഇരുന്നു കൊണ്ട് അവർ അഷ്ടമാസിദ്ധികളിലേക്കും അഷ്ടമാസിദ്ധികളും പ്രാപ്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെൽഫ് റിയലൈസേഷൻ വരെ എത്തിച്ചേരാനെങ്കിലും ഈ ഒരു അഷ്ടാംഗ യോഗ മാർഗം ഉപയോഗിക്കാവുന്നതാണ്. അതിന് നമ്മുടെ പ്രത്യേകിച്ച് ഒരു ഗുരു ഉണ്ടായാലും ഗുരു ഇല്ലെങ്കിലും നമുക്ക് സ്വയം എത്തിച്ചേരാൻ പറ്റുന്നതാണ്. സെൽഫ് റിയലൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ പുറത്തു നിന്നുള്ള ഒരു ഗുരുവിൻ്റെയും ആവശ്യമില്ല. നമ്മളുടെ സെൽഫ് തന്നെ നമ്മളെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.